മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി.പി. ആരീസിനെതിരായ മുസ്ലിം ലീഗ് നടപടിയിൽ വ്യക്തത വരുത്തണമെന്ന CPM. ടി.പി. ആരീസ് ചെയ്ത തെറ്റുകൾ മുസ്ലിം ലീഗ് ജനത്തോട് പറയണമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം TK റഷീദ് അലി 24 പറഞ്ഞു. മുസ്ലിം ലീഗ് നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ ഇയാൾ ജനപ്രതിനിധിയാണ്. ലീഗിൻ്റെ കേവലം നേതാവ് മാത്രമല്ല. മുസ്ലിം ലീഗ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഒരാൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇയാളെ പോലും നടപടിയെടുത്തെന്ന് പറയേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. അത് അറിയാനുള്ള അവകാശം നമ്മൾ നാട്ടുകാർക്കുണ്ട്. കാരണം വോട്ട് ചെയ്ത പൗരന്മാർക്ക് ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഏത് തരക്കാരനായിരുന്നു എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ജനങ്ങളോട് തുറന്ന് പറയാൻ മുസ്ലിം ലീഗ് തയ്യാറാവണം. വിവിധ പദ്ധതികളുടെ പേരിൽ പ്രവർത്തകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെന്ന പരാതിയിലാണ് ടി.പി. ഹാരിസിനെയും മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ കാര്യമാണ് CPM നേതാവ് പറയുന്നത്. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ കൂടുതൽ അപ്ഡേഷൻ തരുന്നു. വിപിൻ സി വിജയൻ പറയും. SKN മക്കരപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗവും ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ നേതാവുമായിട്ടുള്ള ടി.പി. ഹാരിസിനെതിരെ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് നടപടിയെടുത്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അതിനുള്ള കാരണം ഈ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ പേരിൽ പ്രവർത്തകരിൽ നിന്ന് പണം പിരിച്ചു എന്നുള്ളതാണ്. അതൊരു ചെറിയ തുകയല്ല, 20 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇത്ര വലിയ ഒരു പിരിവ് എന്തിന്റെ പേരിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് വരുത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഇതൊരു പോലീസിൽ ഇതുവരെയും പരാതിയായിട്ട് ആരും എത്തിയിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് CPIM ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരുന്നത്. TK റഷീദ് അലി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ഒപ്പം തന്നെ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ TK റഷീദ് അലി പറയുന്നത്, ഇതിൽ മുസ്ലിം ലീഗിന്റെ ഒരു കറവ പശുവായി മാറുകയാണ് ജില്ലാ പഞ്ചായത്ത്. അവിടുത്തെ മുതിർന്ന അംഗങ്ങൾക്ക് പോലും ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, ഇതിൽ പോലീസിന്റെ ഒരു അന്വേഷണം വേണമെന്നുള്ളത് CPIM ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ നാഷണൽ ലീഗ് ഇതുവരെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിലെല്ലാം തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെയാണ് ഇതിനെതിരെ വന്നിട്ടുള്ള പരാതി, ആരാണ് ഈ പരാതിക്കാർ, എത്ര രൂപയോളം വലിയൊരു തട്ടിപ്പ് ഈ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യമാണ് വ്യാപകമായി ഇതിനോടകം തന്നെ ഉയരുന്നത്. ഒപ്പം തന്നെ ഇതിലൊരു പോലീസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ എതിർകക്ഷികൾ ഉന്നയിച്ചു കഴിഞ്ഞു. SK. ഓക്കെ, വിപിൻ സി വിജയൻ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഈ ആരോപണ വിധേയനായ ടി.പി. ഹാരിസിനോട് നമുക്ക് ഈ കാര്യം ചോദിക്കാൻ പറ്റിയോ? അത് ടി.പി. ഹാരിസിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ദിവസം തന്നെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ തന്നെ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിലോ അല്ലെങ്കിൽ പുറമേയിലേക്കോ വരുന്നില്ല. പക്ഷേ അത് മുസ്ലിം ലീഗിൻ്റെ മുന്നിലേക്ക്, നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് ഇതൊരു പരാതിയായി എത്തുകയും അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി. അതിൽ വ്യക്തത വരുത്തണമെന്നുള്ളതാണ് ഇപ്പോൾ CPIM ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു വിപിൻ.